ഇന്നലെ വൈകിട്ട് 5:30-ക്കാണ് കോട്ടയം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച ഈ കാർ യാത്ര നടക്കുന്നത്. പള്ളിക്കത്തോട് സ്വദേശിയും കോട്ടയം CMS കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയുമായ ജൂബിൻ ജേക്കബാണ് ഈ കാർ ഓടിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ CMS ജംഗ്ഷനിലാണ്. ഇവിടെ നിന്നാണ് ഈ കാർ യാത്ര ആരംഭിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് ഇന്നലെ ഈ CMS കോളേജിലെ ഫ്രഷേഴ്സ് ഡേ പരിപാടി നടക്കുകയായിരുന്നു. ഈ ഫ്രഷേഴ്സ് ഡേ പരിപാടികൾക്ക് ശേഷം ഈ ജൂബിൻ ജേക്കബ് ഉൾപ്പെടുന്ന സംഘം ഈ തുണിക്കടയുടെ മുമ്പിൽ നിന്ന് ഈ കാർ എടുത്തുകൊണ്ട് വേഗത്തിൽ പോവുകയായിരുന്നു. അബോധാവസ്ഥയിലായിരുന്നു, മദ്യലഹരിയിലായിരുന്നു ഈ യാത്രക്കാർ ഉണ്ടായിരുന്നത്. തുടർന്ന് ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്ററോളം ദൂരം, അതായത് ഈ CMS കോളേജ് ജംഗ്ഷനിൽ നിന്നും തുടങ്ങി ചാലുകുന്ന് വഴി പനമ്പാലം വരെയുള്ള 4 കിലോമീറ്ററോളം ദൂരം ഈ വിദ്യാർത്ഥി അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയായിരുന്നു. ഏകദേശം 7ഓളം കാറുകളെ ഇദ്ദേഹം ഈ കാർ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി ഇരുചക്ര വാഹനങ്ങൾക്ക് നേരെ ഈ കാർ പാഞ്ഞു വരുന്നുണ്ട്, ഓട്ടോറിക്ഷകൾക്ക് നേരെ പാഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ നിരവധി വാഹനങ്ങൾക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കും നേരെ ഒക്കെ തന്നെ ഈ വാഹനം പാഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രം മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്ന് പറയുന്നതാകും ശരി. കാരണം ആ രീതിയിലായിരുന്നു ഈ വാഹനത്തിന്റെ മുന്നോട്ട് പോക്ക്. ഞാൻ വണ്ടി സൈഡിലൊതുക്കി കോൾ അറ്റൻഡ് ചെയ്തിരിക്കുമ്പോഴാണ് കോൾ ജസ്റ്റ് കട്ട് ചെയ്ത് പോക്കറ്റ് കിട്ടും. അന്നേരമാണ് പെട്ടെന്ന് ഭയങ്കര സൗണ്ട് കേൾക്കാം ഈ വണ്ടിയുടെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ വണ്ടിയുടെ ബോണറ്റ് എല്ലാം തകർന്നിട്ട് എൻ്റെ നേരെ ഓടി വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി കൈ കൊടുത്തപ്പോൾ പെട്ടെന്ന് വണ്ടി ഒരു സ്ഥലം മാറി നിന്ന് ജസ്റ്റ് ഞാൻ നിന്ന സ്ഥലത്തൊരു വണ്ടി പെട്ടെന്ന് പാസ് ചെയ്ത് പോയി. ഒരു യുവാവിനെ ഇവിടുന്ന് നിലത്ത് കിടപ്പുണ്ട്, ആൾക്കാരെടുത്ത് നിലത്ത് വരും. എന്തായാലും ഭാഗ്യം രക്ഷപ്പെടുന്നത്. എനിക്ക് നല്ല ഇടിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് രക്ഷപ്പെടുമായിരുന്നു. ഈ പുറത്ത് വന്ന CCTV ദൃശ്യങ്ങൾ തന്നെ ഈ കാർ എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഇന്നലെ ഇതുവഴി പോയതെന്ന് വ്യക്തമാണ്. ഈ ദൃശ്യങ്ങളിൽ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഇവിടെ 2-3 ആളുകൾ, ഒരു ചെറുപ്പക്കാർ ബൈക്കുമായി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഈ കാർ വന്ന് ഈ 3 പേരെയും ഇടിച്ച് തെറിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ്. എന്തായാലും 4 കിലോമീറ്റർ നീളുന്ന ഈ പരാക്രമം അവസാനിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പനമ്പാലത്താണ്. ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ കാർ ഒടുവിൽ ഈ കൊണ്ടുവന്ന് ഈ ആൽമരത്തിലേക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആലിന്റെ വേരുൾപ്പെടെ പൊട്ടിയിട്ടുണ്ട്. വലിയൊരു അപകടം ആണ് നടന്നതെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കാറിന്റെ ബമ്പർ ഉൾപ്പെടെ മുഴുവൻ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വാഹനം ഓടിച്ച ജൂബിൻ ജേക്കബ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മറ്റ് പരാതികളൊന്നും തന്നെ നിലവിൽ ഇതുമായി എത്തിയിട്ടില്ല, പോലീസിന് മുൻപിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോട്ടയത്ത് നിന്ന് ജൂബിൻ ജേക്കബിക്കൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.